നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുപരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര, ഓം വിഘ്നേശ്വര. നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 സംബന്ധിച്ചിടത്തോളമുള്ള ഭാഗ്യവ്യവസ്ഥകൾ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. അതുപോലെ തന്നെ 2026 വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് മാർച്ച് മാസം പിറന്ന സമയം മുതൽ എത്തി നിൽക്കുന്നത്. മാർച്ച് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആരംഭിക്കുന്ന വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ശുക്രൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ. മാർച്ച് 2 ശുക്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ചില നക്ഷത്ര രാശിക്കാരെത്തും. അതുപോലെ തന്നെ ചില ചെറിയ ദോഷവശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ചില നക്ഷത്ര രാശിക്കാരെത്തും. എന്നാൽ 5 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് ശുക്രൻ മീനം രാശിയിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ശുക്രഗ്രഹം തന്നെ സ്വാഭാവികമായും വളരെ സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ശുഭ്രതയുടെയും അനുഗ്രഹത്തിൻ്റെയും എല്ലാം ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെയും ഒക്കെ ഗ്രഹ വ്യവസ്ഥിതിയാണ് ശുക്രൻ എന്ന് പറയുന്നത്. അത് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 5 രാശിക്കാർക്ക് ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവം ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്കതിൽ തിരിച്ചറിയാൻ കഴിയുന്നത് ശുക്രൻ്റേതായിരിക്കുന്ന എല്ലാ നന്മ വ്യവസ്ഥകളും അവർ അനുഭവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സൗന്ദര്യപരമായ വ്യവസ്ഥകൾ അവർക്കുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ നന്മ വഴികൾ അവർ കണ്ടുപിടിക്കപ്പെടും. അതുപോലെ നന്മ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാഹചര്യമുണ്ടാവും. തുടങ്ങി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്ന് കേൾപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ശുക്രൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത്. മാർച്ച് 2 ശുക്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഏകദേശം ഒരു 90 ദിവസത്തേക്കൊക്കെ അതിൻ്റേതായിരിക്കുന്ന ഗുണം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഈ 5 രാശിക്കാർക്ക് സാമ്പത്തികമായ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ചന്ദ്രന് ശേഷം ഏറ്റവും തിളക്കമാർന്ന ഗ്രഹമാണ് ശുക്രൻ. ആയതുകൊണ്ട് തന്നെ ശുക്രൻ്റെ മീനം രാശി സംക്രമത്തിലേക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് തിളക്കമാർന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് 5 രാശിക്കാരെത്തുക എന്നുള്ളതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം കൊണ്ടും സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്കാണ് 5 രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർ എത്തിച്ചേരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും ഒരു വലിയ സൗഭാഗ്യമാണെന്ന് തന്നെ പറയാം. മാർച്ച് 2 ആരംഭിക്കുന്ന ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള സംക്രമണം വളരെ ഭാഗ്യദായകം തന്നെയാണ്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകളൊക്കെ
കയ്യിലേക്ക് വന്നു ചേരാം. അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന സമ്പത്ത് വന്നു ചേരാം. അതുപോലെ പ്രത്യേക ആകർഷണീയങ്ങളായിരിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരാം. പ്രണയകാലമൊക്കെ ഉടലെടുക്കപ്പെടാനുള്ള സാഹചര്യം ഈ പറയുന്ന ശുക്രൻ്റെ മീനം സഞ്ചാരത്തിൽ ചില ഈ പറഞ്ഞ 5 രാശിക്കാരിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമാ സംരംഭങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വേഷങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ പരസ്യ വ്യവസ്ഥകളിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം തുടങ്ങിയവയൊക്കെ ശുക്രൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. ഇനി അത് ഏതൊക്കെ രാശിക്കാർക്കാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് ശുക്രൻ്റെ മീനം രാശിയിലൂടെയുള്ള സഞ്ചാരം അവർക്ക് നൽകുന്നത്. ധന നേട്ടങ്ങളിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന മുൻപോട്ടുള്ള പോക്കാണ് വൃശ്ചികം രാശിക്കാരിൽ വന്നു ചേരാൻ പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാർന്ന തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വൃശ്ചികം രാശിക്കാരിൽ പലതുകൊണ്ടും, അതായത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ജനന സമയങ്ങൾ കൊണ്ടും ഒരുപക്ഷെ മറ്റുള്ള ആ വൃശ്ചികം രാശിക്കാർ അനുഭവിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ ഇരുന്ന വൃശ്ചികം രാശിക്കാരായ നക്ഷത്രജാതർ ഇപ്പോൾ ഈ പറയുന്ന പോലെ വൃശ്ചികം രാശിയിൽ ഇന്ന ഫലങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയപ്പെടുമ്പോൾ അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ചില ജനന സമയം കൊണ്ട് ഭാഗ്യം മാറിപ്പോകുന്ന അവസ്ഥയൊക്കെ വന്നു ചേരാം. അപ്പോൾ ഈ ശുക്രൻ്റേതായിരിക്കുന്ന മീനം രാശിയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലെത്തുന്ന ഭാഗ്യം എന്ന് പറയുന്നത് വൃശ്ചികം രാശിയിൽ ജനിക്കുന്ന എല്ലാ നക്ഷത്ര ജാതർക്കും അതിൻ്റെ അനുഭവവേദ്യതയുണ്ടാകും. അത് ഇന്ന മുഹൂർത്തത്തിൽ ഇന്ന വ്യവസ്ഥയിൽ ജനിക്കുന്നു എന്നൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന ഭാഗ്യദായകത്വമാണ് ശുക്രൻ്റേതായിരിക്കുന്ന മീനം രാശി സംക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് എല്ലാവർക്കും അതിൻ്റേതായ പ്രാധാന്യവും പ്രത്യേകതയും ഉണ്ടാകും. കീർത്തിതമായിരിക്കുന്ന ഒരു ജീവിതം തന്നെയായിരിക്കും അവർക്ക് കുറച്ചു കാലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അതിനുശേഷം ഏതൊരു ജീവൽ പ്രവൃത്തികളും നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ മുന്നോട്ടുള്ള പോക്കിൽ പിന്നീട് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനെ മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ 90 ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും നല്ല കാലങ്ങൾ, ആ നല്ല കാലങ്ങളെ ജീവിതം എത്ര കാലം ഭൂമിയിലുണ്ടോ അത്രയും കാലം അനുഭവവേദ്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. സന്തോഷകരമായിരിക്കുന്ന പല കാര്യങ്ങളും വൃശ്ചികം രാശിക്കാരെ തേടിയെത്തും. വിദ്യാഭ്യാസപരമായ അലസതയൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അലസത മാറും. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത യുവതി യുവാക്കൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുപോലെ വൈവാഹിക ജീവിതത്തിൻ്റെ തടസ്സങ്ങളെല്ലാം ഒഴിവായി വിവാഹത്തിന് വേണ്ടുന്ന എല്ലാ പശ്ചാത്തലങ്ങളും ഒരുങ്ങുന്ന സമയം കൂടിയിട്ടാണ് ശുക്രൻ്റെ മീനത്തിലേക്കുള്ള ഈ പറയുന്ന സംക്രമണം. തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ട് വളരെ നല്ല തരത്തിലേക്ക് വൃശ്ചികം രാശിക്കാർക്ക് മുന്നേറാൻ കഴിയുന്ന എല്ലാ ഭാഗ്യങ്ങളും നൽകുന്ന ഒരു സമയമാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഉദിക്കുന്ന മീനം 2 എന്ന് പറയുന്നത് പല ഭാഗ്യങ്ങളുടെയും ഉദയ സമയമാണെന്ന് പറയേണ്ടി വരുന്നു. അത്രത്തോളം ഭാഗ്യ ഉദയങ്ങളിൽ പങ്കാളികളാകാനും ആ ഭാഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പറയുന്ന കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളതാണ്. കർക്കിടകം രാശി നക്ഷത്ര ജാതരുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ ജീവിതത്തിൻ്റെ പല അവസ്ഥകൾ അനുഭവിക്കുവാൻ അവർക്ക് കഴിയും. കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. കാലങ്ങളായി പിരിഞ്ഞ് വിരോധിയായി നിൽക്കുന്ന ആളുകൾ ഈ പറയുന്ന മാർച്ച് 2 ശേഷം ഇവരുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന അവസ്ഥയുണ്ടാകും. ധനപരമായിട്ടുള്ള വളർച്ച കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ശുക്രൻ്റെ അനുഭവത്താൽ അനുഗ്രഹത്താൽ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു നല്ല സമയമാണ് ഇതെന്ന് പറയേണ്ടി വരുന്നു. കടങ്ങൾ വീട്ടുന്നതിന് കഴിയും. നിങ്ങളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിപ്പോയിട്ടുള്ള തുകകൾ തിരികെ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ശുക്രൻ്റെ മീനം രാശി സഞ്ചാരത്തിലൂടെ കർക്കിടകം നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ കർക്കിടകം രാശിയിലെ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള അലസതകൾ മാറും. യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യമായിരിക്കുന്ന എല്ലാ വഴികളും തുറക്കും.
വിദേശമായിരിക്കുന്ന പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും. വിദേശത്ത് പെട്ടുപോയി ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് പോലും അത് മാറി അവർ സ്വസ്ഥമായിട്ട് ഒരു തൊഴിലിൽ ഏർപ്പെടുകയും ധാരാളം ധനം അതിലൂടെ അവർക്കുണ്ടാക്കിയെടുക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഒരുമയും സ്വരുമയും സന്തോഷവും നിറയുന്ന നല്ല സമയമാണ് ശുക്രൻ്റെ മീനം രാശി സഞ്ചാരത്തിലൂടെ കർക്കിടക രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരാൻ പോകുന്ന സമയമാണ്. ശുക്രൻ്റേതായിരിക്കുന്ന മീനം രാശിയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ ഇവർക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത് സൗഹൃദങ്ങൾ വളരെയധികം ഗുണമായി മാറുന്ന ഒരു വ്യവസ്ഥിതി ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ രക്ഷപ്പെടലിന് സൗഹൃദങ്ങളും അതുപോലെ തന്നെ ബന്ധുജന കൂട്ടായ്മയും ഇവർക്ക് മുൻപോട്ടുള്ള വഴി ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ്. ശുക്രൻ്റെ മീനം രാശി സഞ്ചാരത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് ഇതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മേൽക്കോയ്മ നേടാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവരുടെ പ്രവൃത്തിയും കർമ്മമേഖലകളും എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ധന ആഗമത്തിനുള്ള എല്ലാ സാധ്യതകളും ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നു. വിദ്യാഭ്യാസപരമായ പുരോഗതി വിദ്യാർത്ഥികൾക്കുണ്ടാകും. അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറം ലോകങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സാധ്യമാകുന്ന വർഷമാണിത്. ഈ മീനം രാശി സഞ്ചാരത്തിൽ ശുക്രൻ എത്തിച്ചേരുമ്പോഴേക്കും ഉണ്ടാകുന്ന ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികൾക്കുള്ള പ്രാധാന്യമാണ് ഈ പറഞ്ഞത്. അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വലിയ ജോലിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ ഈ നക്ഷത്ര ജാതർക്ക് കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രമോഷൻ സാധ്യത ഉണ്ടാകുമെന്ന് സാരം. ശമ്പള വർധനവിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ കഴിയുന്ന സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആരംഭിച്ചാൽ ആ ബിസിനസ്സിന് വലിയ വളർച്ച ഉണ്ടാകുമെന്നതിന് യാതൊരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സൗഹൃദങ്ങളെ കൂട്ടുപിടിച്ച് ബിസിനസ്സുകൾ ആരംഭിച്ചാൽ അവർക്കും ഒരു ഗുണമാകും, നിങ്ങൾക്കും അത് പ്രയോജനമാകും. തീർച്ചയായും അതിനുള്ള നല്ല അവസരമാണിത്. അതുപോലെ തന്നെ തുലാം രാശി നക്ഷത്ര ജാതരുടെ കരിയറിൽ തന്നെ പുതിയ പുതിയ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഭവിക്കുന്ന കാലമാണിത്. എല്ലാം കൊണ്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ദൈവാധീനമുള്ള ദൈവ അനുഗ്രഹം ലഭിക്കുന്ന നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള ഈ പ്രവേശന സമയം. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ മീനം രാശിയാണ് അടുത്തത്. മീനം രാശിക്കാർക്ക് ക്രിയേറ്റീവായി പലതും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള സംക്രമണം. പൊതുവിൽ ഏറ്റവും വലിയ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ വന്നു ചേരുകയാണ് മീനം രാശി നക്ഷത്ര ജാതർക്ക്. തൊടുന്നതെന്തും സൗഭാഗ്യദായകമായി മാറുന്ന സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഈ വരവ്. ശുക്രഗ്രഹം പൊതുവിൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും അതുപോലെ സൗന്ദര്യത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും ഒക്കെ അനുഗ്രഹം തന്ന് നമ്മളെ ചേർത്തു നിർത്തുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കലാപരമായ മേന്മകളെല്ലാം തന്നെ ഈ ഗ്രഹത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക വളർച്ചയിലേക്ക് ഈ രാശിക്കാരായ നക്ഷത്രജാതർ എത്തിച്ചേരും. കല, കായിക, സാംസ്കാരിക മേഖലകളിലൊക്കെ വലിയ കീർത്തി നേടുന്നതിന് ഭാഗ്യം സിദ്ധിക്കും ഈ രാശിക്കാർക്ക്. അതുപോലെ തന്നെ സിനിമ, നാടകം തുടങ്ങിയ അഭിനയ മേഖലകളിൽ എത്തപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും. സാമ്പത്തിക മേന്മയുടെ ഒരു വലിയ വർഷം തന്നെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നുചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അലസതയൊക്കെ മാറി വിദ്യാഭ്യാസ വ്യവസ്ഥകളിലേക്ക് നിറഞ്ഞു നിൽക്കും വണ്ണം എത്തിച്ചേരാൻ അവർക്ക് കഴിയും. യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാധ്യത ഏറെയുള്ള സമയമാണ് ശുക്രൻ്റേതായിരിക്കുന്ന മീനം രാശിയിലൂടെയുള്ള ഈ സഞ്ചാരത്തിലുണ്ടാകുന്ന ശുക്രദശാരംഭം. എല്ലാം കൊണ്ടും വളരെ സൗഭാഗ്യദായകമായിരിക്കുന്നൊരു അവസ്ഥ നമുക്ക് സമ്മാനിക്കുകയാണ് വാസ്തവത്തിൽ
ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള ഈ യാത്ര, അല്ലെങ്കിൽ മീനം രാശിയിൽ എത്തിച്ചേരുന്ന ഈ വ്യവസ്ഥിതി. അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ്, തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. എന്തുകൊണ്ടും വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്ന ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്ക് ഈ ശുക്രൻ്റെ മീനം രാശി സഞ്ചാരത്തെ കാണാൻ കഴിയുന്നത്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്ന സന്തോഷവും ആഹ്ലാദവുമൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ് മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക്. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള സഞ്ചാരം വളരെ ഫലപ്രദമായ തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങൾ, കാർഷികപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വിദേശപരമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പുത്തൻ ഉണർവും ഒരു പുതിയ ദിശാബോധവും ലഭിക്കപ്പെടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. യുവാക്കൾക്ക് തൊഴിലും വിവാഹവും ഒന്നുപോലെ വന്നു ചേരുന്ന സമയമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടി വരുന്നു. കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പൊതുവിൽ വളരെ വളരെ നേതൃത്വപരമായ സ്ഥാനം ലഭിക്കുന്നതിനും കീർത്തി ഉണ്ടാകുന്നതിനുമുള്ള ഭാഗ്യം മിഥുനം രാശിക്കാരായ നക്ഷത്രജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം ഈ രാശി നക്ഷത്രജാതർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അകന്ന് നിൽക്കുന്ന ബന്ധുജനങ്ങൾ വിരോധമൊക്കെ കളഞ്ഞ് കൂടെ എത്തുന്നതിനുള്ള സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. സൗഹൃദങ്ങൾ എല്ലാ തരത്തിലും വളരെ ഭാഗ്യദായകമായി വന്നു ഭവിക്കുന്നത് അറിയാൻ കഴിയുന്ന സമയമാണിത്. അതുപോലെ തന്നെ പിതൃ സ്വത്തുകൾ അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തീർച്ചയായും ലഭിക്കുന്ന ധനനേട്ടങ്ങളെല്ലാം തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ ഭാഗ്യദായകമായ വഴിയൊരുക്കുന്ന അവസരം കൂടിയിട്ടാണ്. മീനം രാശിയിലേക്കുള്ള ശുക്രൻ്റേതായ സഞ്ചാരം മാർച്ച് 2 ആരംഭിച്ചുവെങ്കിലും ഏകദേശം എങ്ങനെയായാലും 2-3 മാസക്കാലത്തോളം, 90 ദിവസമാണെങ്കിലും കുറച്ച് കാലത്തോളം ഇതിൻ്റെ ഭാഗ്യ അനുഭവങ്ങൾ ഈ രാശിക്കാരിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം ലഭിക്കുന്നതെന്ന് ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഈശ്വരൻ്റേതായിരിക്കുന്ന സന്നിധിയിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോകാനും ഈശ്വര നാമങ്ങൾ പറയാനും മന്ത്രങ്ങൾ ഉച്ചരിക്കുവാനുമുള്ള സർവ്വഭാഗ്യങ്ങളും നമുക്കുണ്ടാവണം. അതിലൂടെ ലഭിക്കാൻ കഴിയുന്ന ഭാഗ്യത്തിൻ്റെ 4 ഇരട്ടിയായി അനുഭവവേദ്യമാകുന്ന അവസരങ്ങളിലേക്ക് നമ്മൾ എത്തണം. എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.